ഇതെടുക്കട്ടെ? ആയിട്ടുണ്ടോ അടി? എത്ര ഷർട്ട് വേണം? എന്തെന്ന്? എത്ര ഷർട്ട് വേണം? ഇതിടെ മതി. എന്ത് പറ്റി? എന്ത് സങ്കടം? സങ്കടമൊന്നുമില്ല. കോഴിക്കോടെന്ന് പോണത് 10,000 കിലോമീറ്റർ ഒന്നും ഇല്ലല്ലോ. 2 ദിവസം തിരിച്ചു വരില്ലേ? നല്ല ആള്. നിന്റെ ഈ ഇപ്പോൾ കണ്ടതൊന്ന് ഈ പ്രസവിക്കാൻ പെമ്പിളൊരു ലേബർ റൂമിൽ കയറുമ്പോൾ ഭർത്താക്കന്മാർ നിൽക്കുമ്പോൾ ഉണ്ടല്ലേ? ഇത് ഇപ്പോഴത്തെ ഈ സ്പെഷ്യൽ ഡ്യൂട്ടിയെ നമുക്ക് ഈ പ്രൊമോഷനൊക്കെ ഭാവിയിൽ ഗുണം ചെയ്യും. അതുകൊണ്ടല്ലേ? അതെനിക്കറിയാം. പക്ഷെ 2-3 ദിവസം ഏട്ടന് ഇവിടെ ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. എനിക്കറിയാം ജോലിയുടെ ആവശ്യത്തിനൊക്കെയാണ്. നീ വന്നേ വാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിടി? എന്ത് ഇത്ര വിഷമമൊന്നും കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ ആവട്ടെ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസമാണ് ഈ 2 ദിവസം ഞാൻ ഇവിടെ ഇല്ല. അപ്പോൾ ഈ റൊണാൾഡിനെ ഒരുപാട് അങ്ങ് സ്നേഹിച്ചിട്ട് അവൻ ചെയ്യുന്ന എല്ലാ തോന്നിയ ദിവസത്തിനും കൂട്ടി നിൽക്കരുത്. എന്ത്? ഞാൻ ഒരുപാട് സ്നേഹിക്കാനും മുകളിൽ ഒരു പൊല്ലാപ്പൂ ഉണ്ടാക്കാൻ മുകളിൽ പോരെ കൊള്ള. അങ്ങനെ നിങ്ങൾ പാവം എൻ്റെ റൊണാൾഡിനെ കുറ്റം പറയരുത്. എന്റെ അച്ചാച്ചൻ വീട്ടിലുള്ള എപ്പോഴും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. രാവിലെ ഏതോ ചായക്കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നാടാ കാര്യം മുരാന്നിരിക്കുന്നു. എനിക്കറിയില്ല, അത് എല്ലാ ദിവസവും പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ട്. എടുത്തു വെച്ചില്ലേ? ഇന്നലെ വൈകുന്നേരം എടുത്തു നോക്കും പറഞ്ഞിട്ട് സമയമുണ്ടല്ലോ. കഴിച്ചിട്ടല്ലേ പോളൂ ഉച്ചയ്ക്ക്? അവിടെ വല്ല പ്രത്യേകത ഉണ്ടോ? നമ്മുടെ വീട്ടിൽ എന്നും പ്രത്യേകതയാണ് മോനെ. നിങ്ങളുടെ ഓഞ്ഞ വീട് പോലത്തെ വീടല്ലേ? അവിടെ എന്താ ഉള്ളത്? ചിക്കൻ മേടിക്കാൻ ആള് പോയേക്കുന്നു. നാടൻ ചിക്കൻ. എന്താ പ്രത്യേകിച്ച്? എടീ മറ്റേ പൈസ കിട്ടിയില്ലേ? കൂട്ട സാറ് പൈസ കൊടുത്തു ക്ലീറ്റോയ്ക്ക്. റൊണാൾഡോ പറഞ്ഞിട്ടല്ലേ ശരിയായത്, മറ്റേ സ്ഥലക്കച്ചവടം. റൊണാൾഡോ അച്ചാച്ചൻ വന്നപ്പോ വീടിന് തന്നെ ഐശ്വര്യായി. ഓ എന്റെ പൊന്നെ, നമ്മളൊന്നും ഉണ്ടായിരുന്നപ്പോ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എവിടെയാ തീറ്റി മാടൻ? അത് അവിടെ നിന്നിട്ട് ചിക്കൻ വരുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കാന്ന് പറഞ്ഞ് മുത്തും കൂടി അടുക്കളയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് അങ്ങനെ പറയല്ലേ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ പറ്റി അങ്ങനെ പറയല്ലേ എന്ന്. എടി എന്നിട്ട് അവനും പോയിച്ചിട്ടാ വന്നത്. നീ വേഗം പോയി ആ സാധനം ഇട്ട് വെച്ചു, അല്ലെ ആ കൂട്ടെല്ലാം എടുത്താൽ തിന്നു പോയി. ഇപ്പൊ ചിക്കൻ കേട്ടോണ്ട് കഴിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ പോട്ടെ, ബാക്കി തന്നിട്ട് പോ. ചേച്ചി മുത്തണ്ട് അതാ റൊണാൾഡിന്റെ കൂടെ ഇരുന്ന് ഞാൻ കേട്ടില്ല. അവളെ തൂഴ്ത്തിട്ട് അവളെ പിടി തിന്നി ചിലപ്പോ വിശക്കുന്നു. ഞാൻ വേറെ ഞാനേ നീ താഴ്ചിട്ടിരിക്കുന്ന ഇങ്ങനെ വേണ്ട, ഇങ്ങനെ മടക്കണ്ടോ? ഇങ്ങനെ അങ്ങനെ തന്നെ മടക്കുന്നത്. എന്ത് ഈസിയാന്നറിയാമോ?